ഹലോ, ഗ്ലൂട്ടിനസ് റൈസ് ഫ്ലോർ വെച്ചിട്ട് ഒരു ഡംപ്ലിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ്, നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ ഫ്ലോർ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ചൈന, ജപ്പാൻ, തായ്ലൻഡ് ഇങ്ങനെയൊക്കെയുള്ള ഏഷ്യൻ കൺട്രീസിൽ വളരെ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ഫ്ലോറാണ് ഗ്ലൂട്ടിനസ് റൈസ് ഫ്ലോർ. കുറച്ച് സ്റ്റിക്കി ആയിരിക്കും. ഇപ്പം ഇതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കഴിച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ഞാനൊരു 2 കപ്പ് മാവാണ് എടുത്തേക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. യെല്ലോ കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വലിയൊരു ബൗളിലേക്ക് ഇതിനെ മാറ്റി ഇടിയപ്പമൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തിളപ്പിച്ച വെള്ളം ഇച്ചിരി വീതം ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ 2 കപ്പ് മാവിന് എനിക്കിവിടെ 1.5 കപ്പ് വെള്ളമാണ് ടോട്ടലി ആവശ്യമായിട്ട് വന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ കുഴച്ചെടുക്കാവുന്നതാണ്. 2 to 3 minutes ഒക്കെ നീഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. കുറച്ച് സമയം നമുക്ക് മൂടി വെച്ചേക്കാം. ഞാനിതിൻ്റെ ഒരു ഫില്ലിംഗ് ആയിട്ട് ചെയ്തേക്കുന്നത് ചക്ക വരട്ടിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് യൂസ് ചെയ്യാം. തേങ്ങയോ ശർക്കരയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ചക്ക വരട്ടിയതാണ് ചേർത്തേക്കുന്നത്. അപ്പം കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്തിനാണെന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരുന്നാൽ പെട്ടെന്ന് അലിഞ്ഞു പോവും. അപ്പോൾ ബോൾസായിട്ട് കുഞ്ഞു ബോൾസായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിരിക്കുമായിരുന്നു. ഇതുപോലെ കയ്യിൽ നെയ്യ് തടവിയിട്ട് നമുക്ക് വളരെ കുഞ്ഞു ബോൾസായിട്ട് മാറ്റാം. ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചതും നമ്മളൊന്ന് ഫ്രീസ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം പുറത്തിരിക്കും തോറും അലിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഈ നീഡ് ചെയ്ത് വെച്ചതിനെ ഒന്നും കൂടി ഒന്ന് നീഡ് ചെയ്തിട്ട് ബോൾസ് ആക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നിങ്ങൾ കണ്ടോ, വളരെ സ്ട്രെച്ചി ആയിട്ടുള്ളൊരു ഡോ ആണ്. കൗണ്ടർ ടോപ്പിൽ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞു ബോൾസായിട്ട് ഇതിനെ മേക്ക് ചെയ്യണം. ബോളിയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്. ഇതൊരു ഔട്ടർ കവറിങ് ആയിട്ടിരിക്കും. ഇതിനുള്ളിലാണ് നമ്മൾ ചക്ക വരട്ടിയത് ചേർക്കുന്നത്. ഇതുപോലെ ഏകദേശം ഒരേ ഒരു അളവിൽ പീസസായിട്ട് കട്ട് ചെയ്ത് വെക്കുവാണേ. ഈ കട്ട് ചെയ്ത് മാറ്റിയതിനെയൊക്കെ നമുക്ക് കുഞ്ഞു ബോൾസായിട്ട് മാറ്റാം. ഒത്തിരി പെർഫെക്ഷൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഉരുട്ടിയെടുത്താൽ മതിയാവും. ഞാൻ ഫ്രീസറിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ചക്ക വരട്ടിയതിൻ്റെ ബോൾസ്. ഇതുപോലെ ഒരു ചെറിയ ബാസ്ക്കറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലേക്ക് കുഞ്ഞു ബോൾ വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തെടുക്കണം. ഒത്തിരി നൈസ് ആക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒത്തിരി തിക്നെസ് കൂടാനും പാടില്ല. ഈ ഒരു അളവിലായിരിക്കണം ചെയ്തെടുക്കേണ്ടത്. എല്ലാ ബോൾസും നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം. ഈ ഒരു അളവിന് എനിക്കൊരു 28 ബോൾസാണ് കിട്ടിയിട്ടുള്ളത്. നമുക്കിത് ബോയിൽ ചെയ്താണ് എടുക്കേണ്ടത്. അപ്പം അതിനായിട്ട് ഞാൻ 1 കപ്പ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് 2 കപ്പ് തേങ്ങയുടെ 2ാം പാലും 3ാം പാലുമാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വെള്ളത്തിലും ബോയിൽ ചെയ്യാം, ഇതുപോലെ തേങ്ങാപ്പാലും ബോയിൽ ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബോൾസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം തിളച്ചതിന് ശേഷം വേണം ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചെറുതായി ഇതുപോലെ ഒരു തടിത്തവി കൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു 5 മിനിറ്റ്സ് ആകുമ്പോൾ തന്നെ ബോൾസ് മേളിലേക്ക് വന്നു തുടങ്ങും. മേളിലേക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അധികം കുക്കിംഗ് ടൈം ഇല്ല. ഒരു 10 to 15 മിനിറ്റ്സ് മാക്സിമം കുക്കിംഗ് ടൈം ഉള്ളൂ. ഇപ്പോൾ ഇതെല്ലാം മേളിലേക്ക് വന്നു തുടങ്ങി. ഇച്ചിരി ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് മധുരവും ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. മധുരം ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഈ ഒരു തേങ്ങാപ്പാലിന് കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒത്തിരി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒരു 30 സെക്കൻഡൊക്കെ തിളച്ചാൽ മതിയാവും. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ സോഫ്റ്റായിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിൻ്റെ. നിങ്ങൾക്കിത് ഇതിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കഴിക്കുമ്പോഴത്തേക്കും നമുക്കുള്ളിലുള്ള ആ ചക്ക വരട്ടിയതിൻ്റെ ഫ്ലേവർ കൂടി കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.